ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പാർട്ടി സെറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ്. നമ്മളെ റാസൽ ഖൈമ ജുൽഫാറിൻ്റെ ബാക്കിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പം ഇവിടെ വേറെ ആരുമില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ബർത്ത്ഡേ ഗേൾ ഇവിടെ ഇരുന്നിട്ട് മെനു ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ രവതി. അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സനോജ് അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള വ്യൂ. അപ്പോൾ പുറത്തെ വ്യൂ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. നമ്മൾ പുറത്തിരുന്ന കേക്ക് കട്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് നല്ല ഭംഗിയാണ്. നമുക്കൊരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ക്ലൈമറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ നന്നായതുകൊണ്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. പുറത്ത് ചൂടൊന്നും ഇല്ലല്ലോ, അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ കേക്ക്. നമ്മൾ സ്ട്രോബെറി തീമിലാണ് കേക്ക് സെറ്റ് ചെയ്ത് ഒരു ഫ്ലോറൽ ഡിസൈനിൽ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജ്യൂസും പാസ്തയും നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മളിത് കേക്ക് കട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ കുട്ടീസും രേവതിയും സനോജുകളും കൂടെ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളാണ്. साल भर में सबसे प्यारा होता है एक दिन, सौ दुआएं दे रहा दिल तुमको आज के दिन. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. അപ്പോൾ ഫൈനലി നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ രവതിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നൈലയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ സനോജിന് ഗിഫ്റ്റ് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയത്, വെയിറ്റിംഗ് ആയിരുന്നു എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാത്തത്. ഗിഫ്റ്റ് കൊടുത്തു. ഇതെന്താ ഓപ്പൺ ചെയ്യും. പാശിൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യും. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ നമ്മൾ സനോജിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് മാത്രമേ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫുഡ് ഇവിടുന്ന് ഇത് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഫുഡ് മാത്രമായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് അല്ലാണ്ട് കഴിക്കണതുകൊണ്ട് നമ്മൾ ഫുഡ് വേറൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് സനോജിൻ്റെ രേവതിക്കുള്ള ഗിഫ്റ്റ്.
അപ്പം ഗിഫ്റ്റൊക്കെ രേവതിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഞങ്ങളെ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഓരോരുത്തരായിട്ടുള്ള ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു മാസം തൊട്ട് ഇനി എല്ലാ മന്തും നമുക്ക് ഒരു ബർത്ത്ഡേ വ്ളോഗോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി വ്ളോഗോ എന്തായാലും ഉണ്ടാവും. കാരണം ഒരു ഒക്ടോബർ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ മന്തിലും ഓരോ ഫംഗ്ഷനായിട്ട് വരും. അതിനിപ്പോൾ ഒക്ടോബറിൽ അടുത്ത മന്ത് ആനിവേഴ്സറി വരുന്നുണ്ട്, പിന്നെ ഡിസംബറിലാകുമ്പോൾ ബർത്ത്ഡേ വരുന്നുണ്ട്. അങ്ങനെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ദിവസവും എല്ലാ മന്തിലും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ ഫ്ലോറൽ തീമിൽ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്